എം.ടിയുടെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറും. നമ്മളെ ജീവിക്കാൻ, ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്രയേറെ മൂർച്ചയുള്ള വാക്കുകളാണ് എം.ടി. വാസുദേവൻ നായർ എഴുതി വച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓരോ കഥകളും ചരിത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് സംവദിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, ശരിക്കും നമുക്കൊക്കെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വേദനയാണ് ഇപ്പോഴുള്ളത്. എം.ടി ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ നമ്മളെയൊക്കെ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എം.ടി. വാസുദേവൻ നായർ. നമ്മുടെ വിഷമങ്ങളിൽ, നമുക്ക് ഊർജ്ജമില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പ്രചോദനമായി ഓരോ കരുത്ത് നൽകുന്ന എഴുത്തുകളായിരുന്നു എം.ടി. വാസുദേവൻ നായരുടേത്. അദ്ദേഹം ഇനി ഇല്ല. മലയാള സാഹിത്യ ലോകത്തെ ആ ഒരു വിടവ് എങ്ങനെ നികത്താനാകും എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. പറയൂ. വിജയലക്ഷ്മി, തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ചും കോഴിക്കോട് ഇപ്പോൾ എം.ടി അന്തിയുറങ്ങുന്ന സിത്താരയിലെ വീട്, കോഴിക്കോട് നഗരം, ഇതിനൊക്കെ സംബന്ധിച്ച് വലിയ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സാഹിത്യ ലോകത്തിൻ്റെ വലിയൊരു സിംഹഭാഗം ചെലവഴിച്ച ഒരു നഗരമാണ് കോഴിക്കോട്. ആ തരത്തിൽ കോഴിക്കോടുമായി അദ്ദേഹത്തിന് പ്രത്യേകമായ അഭേദ്യമായൊരു ബന്ധമുണ്ട്. കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പറയുന്നുണ്ട്, 12-ാം വയസ്സിൽ അച്ഛനോടൊപ്പം കൈപിടിച്ച് കോഴിക്കോട്ട് എത്തിയ ഒരു കഥ എം.ടി. വാസുദേവൻ നായർ പറയുന്നുണ്ട്. അന്ന് വളരെ കൗതുകത്തോടുകൂടി കുതിരയെ കണ്ടു. പിന്നീട് എഴുത്തിൻ്റെ കുതിര അല്ലെങ്കിൽ എഴുത്തിൻ്റെ അശ്വമേധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എഴുത്തിലൂടെ അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ജോലി കിട്ടിക്കഴിഞ്ഞ് കോഴിക്കോട് എത്തിയ ശേഷം അന്നത്തെ കോഴിക്കോട് നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ, തിക്കോടിയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാരുള്ള കോഴിക്കോട്ടേക്കാണ് എം.ടി. വാസുദേവൻ നായർ വരുന്നത്. അദ്ദേഹം പിന്നീട് കോഴിക്കോടിൻ്റെ മേൽവിലാസമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കെ മധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സാഹിത്യ തപസ്യയുടെ വലിയൊരു ഭൂമികയായിരുന്നല്ലോ. അതിൻ്റെ ഒരു ഓർമ്മകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയുന്നു. തീർച്ചയായും എം.ടി കടന്നു വരുന്നത് മലയാളത്തിൻ്റെ വരും മുമ്പേ തന്നെ വലിയ ഒരു നഗരം, ഈ കടലോര നഗരത്തിൻ്റെ ഒരു ഭാഗമാകണമെന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ എഴുത്തുകളിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് എം.ടി കടന്നു വരുന്നത് എസ്.കെ. പൊറ്റക്കാട്ടുള്ള അതടക്കമുള്ള വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള എസ്.കെ. പൊറ്റക്കാടും ബഷീറും ഉറൂബും ഒക്കെയുള്ള ഒരു നഗരത്തിലേക്കാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ജ്യേഷ്ഠതുല്യനായി കാണുന്ന അക്കിത്തമുണ്ടായിരുന്നു. ആ വിധത്തിൽ പക്ഷേ അതിനുശേഷം എം.ടിക്കൊപ്പം ഇവിടെ എത്തുന്നത് മുഴുവൻ മലയാളത്തിൻ്റെ മുഴുവൻ എഴുത്തുകാരും ഉള്ള ഒരു നഗരം എന്ന വിധത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ ആകാശവാണി കാലത്ത് എം.ടി കോഴിക്കോട് മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ അപ്പുറത്ത് ആകാശവാണിയിൽ പട്ടത്തുവിളയുണ്ടായിരുന്നു, തിക്കൊടിയനുണ്ടായിരുന്നു, മുഴുവൻ കക്കാടുണ്ടായിരുന്നു. വലിയൊരു സാഹിത്യ കൂട്ടായ്മയുടെ ഒരു കണ്ണി ചേരുകയായിരുന്നു എം.ടി. പക്ഷേ ആ കണ്ണിയിൽ ഏറ്റവും ഒരു ചെങ്ങലയിൽ ചെറുതോ വലുത് എന്ന് കണ്ണികൾക്ക് ബലമില്ല. മുഴുവൻ കണ്ണികളുടെയും ബലമാണ് ആ ചെങ്ങലയുടെ ബലം. എം.ടിയുടെ ബലം, ആ ഊർജം, ആ കണ്ണികളെല്ലാവരും മലയാളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് ഊർജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നുപോയവരാണ്. ഊർജം വലിച്ചെടുത്ത് വളർന്നവരാണ്. ആ സമ്മോഹനമായ കാലഘട്ടത്തിൻ്റെ തിളങ്ങുന്ന ഏടായി എം.ടി മാറുന്നതാണ് കേരളം കണ്ടത്. 24 വയസ്സ് കഴിയുമ്പോഴേക്കും, 25-ാം വയസ്സിന് മുമ്പായാണ് അദ്ദേഹം നാലുകെട്ട് എന്ന പുസ്തകം എഴുതുന്നത്. ഇന്നും ഒരു രണ്ടാം വായനയ്ക്ക്, ഒരു പുനർവായനയ്ക്ക് മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമായി, ഒരു മഹാഗ്രന്ഥമായി അത് നിലകൊള്ളുന്നുവെങ്കിൽ അതിന് അർത്ഥം അത് ഒരു നാലുകെട്ടിൻ്റെ തകർച്ച എന്നതല്ല. അതിനപ്പുറത്ത് ലോകത്ത് എമ്പാടുമുള്ള മനുഷ്യരുടെ ആ മഹായാനത്തിലെ, മഹാപ്രസ്ഥാനത്തിലെ ഒരു ഘട്ടം എന്ന വിധത്തിൽ കൂടിയാണ് വ്യക്തമാകുന്നുണ്ട്. മധു, എം.ടി എന്നുള്ളത് നമുക്ക് വാക്കുകൾക്കപ്പുറമാണ്.